സത്യം പറയാലോ അളിയെ, നിന്റെ വീട്ടിൽ വരുമ്പോഴാണെങ്കിൽ ഇത്രയും ഫ്രീഡം കിട്ടണത്. വേറെ ഒരുത്തന്റെ വീട്ടിൽ പോയാലും ഇത്രയും ഫ്രീഡം ഞോവേ. എനിക്ക് എന്റെ വീട്ടിൽ പോലും ഇത്രയും സ്വാതന്ത്ര്യം ഇല്ല. ഞാൻ പിന്നെ പോട്ടെ, വീട്ടിൽ തിരക്കും. തീർന്നോ? കവർ മാത്രമേ ഉള്ളൂ, അതാ കളഞ്ഞേരെ. എന്താടാ സമയം എത്രയായി? ഇവിടെ ക്ലോക്ക് ഒന്നും ഇല്ലേടാ? അല്ല, എന്റെ വാച്ച് നിന്റെ കയ്യിലാണല്ലോ. നാളെ ഒരു കല്യാണം ഉണ്ട്, പോയിട്ട് വന്നോടനെ തിരിച്ചു കൊണ്ടുവരാം. നീ എടുത്തോണ്ട് പോകണം, എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ചോദിച്ചിട്ട് എടുത്തോണ്ട് പോകും. ഞാൻ ഇവിടെ വന്ന ഓരോ സാധനങ്ങളൊക്കെ നോക്കുമ്പോ കാണത്തില്ല. ഞാൻ എന്റെ അമ്മേനെയാണ് അവിടെ കുറയാണ്. ഒരു ദിവസം നോക്കുമ്പോൾ സാധനമൊക്കെ ഇവിടെ ഇരിക്കണാണ്, പിറ്റേ ദിവസം അത് കാണത്തില്ല. പിന്നെ എന്നാലൊക്കെ വീണ്ടും വന്നിരിക്കും. ഇതൊക്കെ എവിടെ ഇറങ്ങി പോണെന്ന് എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. എവിടെ ഇറങ്ങി പോയടാ? എടാ, നീ അല്ലേടാ എടുത്തോണ്ട് പോണത്. നീ എപ്പ ഈ വീട്ടിൽ കയറി വരുന്നത്, എപ്പ ഇറങ്ങി പോകണം ഒന്നും ഞാൻ അറിയണില്ല. ഓരോ വട്ടം വരുമ്പോഴേ എന്തിനേലൊക്കെ എടുത്തോണ്ട് പോകണം. നേരത്തേക്ക് എന്റെ ഉടുപ്പുമ്പോ എന്റെ നിനക്ക് സൈസ് അല്ലാത്തോണ്ട് നീ എടുത്തോണ്ട് പോയില്ലായിരുന്നു. ഇപ്പൊ ഓവർ സൈസ് ട്രെൻഡ് ആയതിനു ശേഷം നീ അതും എടുത്തോണ്ട് പോകും. ഇതൊക്കെ നിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. നേരത്തെ പറഞ്ഞോടായിരുന്നു. എടാ, ഇതൊന്നും നീ എടുക്കുന്ന എനിക്ക് പ്രശ്നമില്ല, പക്ഷെ ചോദിച്ചിട്ട് എടു. എടുത്തോട്ടെ. ഓ, കൊണ്ടുപോ. താങ്ക്സ്. പിന്നെ നിന്റെ ജനലിന്റെ കമ്പി കിടന്ന് ജെട്ടിനെ എടുത്തിട്ടുണ്ട്, എന്റെ ഉണങ്ങിയില്ല, അതുകൊണ്ടാണേ. ഇനി എന്റെ ജെട്ടിയും കൂടെ ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകണം എന്നുള്ള ഡയലോഗ് ഞാൻ അടിക്കാൻ വന്നതാ. അതും പോയി. പോ പോ പോ, എന്റെ കൺമുന്നിൽ നിന്ന് പോ. എടാ, കഴിവിട്ടിട്ടൊക്കെ കൊണ്ടുവരണേ.